വിജയ് എന്ന മനുഷ്യന്, വിജയ് എന്ന ആക്ടറിന് നിങ്ങൾ രാഷ്ട്രീയ പാരമ്പര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം ചെറുപ്പകാലം മുതലേ സാമൂഹ്യ നീതിക്ക് വേണ്ടി പെരുമാറിയ ഒരാളാണ് വിജയ്. അദ്ദേഹം എന്നും നന്മയുടെ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നതാണ്, സോഷ്യൽ ജസ്റ്റിസ്. അതിനുശേഷം ഒരു പ്രേമനായകനായി തമിഴ് സിനിമയിൽ ചേക്കേറിയപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരും വിജയനെ ഏറ്റുപിടിച്ചു, ഒരു പേരിട്ടു, ദളപതി, കമാൻഡർ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ആ കമാൻഡർഷിപ്പിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെയാണ് 2024 അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. അതാണ് വിജയ് മക്കൾ ഇയക്കം. ഇയക്കം എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? മൂവ്മെൻറ്റ്. അത് ഈ ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അന്നത് സ്ഥാപിച്ചത്. ഒരേ ഒരു ഉദ്ദേശം, സോഷ്യൽ ജസ്റ്റിസ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരു 90% പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ജസ്റ്റിസ് നടപ്പിലാക്കാം എന്നതിൻ്റെ ഉദ്ദേശത്തിലാണ്. ഞാൻ കണ്ടിരുന്ന ഒരു പടമുണ്ടായിരുന്നു, 5 രൂപയ്ക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റം. തീർച്ചയായും ഈ അടുത്ത ഭാവിയിൽ അദ്ദേഹം അത് തമിഴ്നാട്ടിൽ കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ ആ തിരമാല നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ആന്ധ്ര, തെലുങ്ക്, കേരളം എന്നീ സ്ഥലങ്ങളിലേക്ക് ഇതൊരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കും. നിങ്ങൾ ചിന്തിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്ട്.